വിശ്വാസികളെ, നല്ലവരായ നാട്ടുകാരെ, സഹോദരന്മാരെ, യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സഹോദരൻ ഷുക്കൂർ, സെക്രട്ടറി കുഞ്ഞഹമ്മദ്, മുസ്ലിം ലീഗ് വയനാട് ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് സാഹിബ്, നമ്മുടെ പ്രിയപ്പെട്ട MLA സിദ്ദീഖ്, പ്രിയപ്പെട്ട ഇസ്മായിൽ, പഞ്ചായത്ത് മണ്ഡലം ഹംസക്ക, യൂസഫ് തുടങ്ങിയൊക്കെ ഒരുപടി ആളുകൾ, എൻ്റെ പറഞ്ഞു പോയാൽ വിട്ടുപോകാവുന്ന സുഹൃത്തുക്കളും സഹോദരന്മാരും ഒക്കെ ആയിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള നിരവധി ആളുകൾ വേദിയിലുണ്ട്. എല്ലാവരെയും ഹൃദയംഗമമായി അഭിവാദ്യം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, തങ്ങൾ ഏതാനും സമയത്തിനകം ഇവിടെ വരാനിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ മുഴുവൻ രാഷ്ട്രീയം അതിൻ്റെ ഗൗരവമുള്ള ചർച്ചകൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥ ഇന്ന് മലപ്പുറത്ത് കയറിയിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനും ചിന്തിക്കാനുമുള്ള സമയമാണ്. നമ്മുടെ ഒരു നാട് ഇന്ത്യ എന്നുള്ള നിലക്ക് ഈ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ അറിയപ്പെടുന്നതിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ആ സവിശേഷതകൾ രാജ്യത്തിലെ ശാക്തികമായ ഇന്ത്യയുടെ കഴിവുകൊണ്ടോ സാമ്പത്തികമായ ഭദ്രത കൊണ്ടോ ഒന്നുമല്ല നമുക്കറിയാം. ഇന്ത്യ ലോകത്ത് ശ്രദ്ധേയമാകുന്നത് ഇന്ത്യയുടെ വ്യതിരിക്തമായിട്ടുള്ള, ലോകത്തിലില്ലാത്തവണ്ണമുള്ള ഒരു സാംസ്കാരികമായ പാരമ്പര്യത്തിന്റെ പേരിലാണ്. മതങ്ങളുടെയും ജാതികളുടെയും വിവിധ ഭാഷകളുടെയും ഒക്കെ സങ്കലനമുണ്ട് എന്നത് മാത്രമല്ല, അതൊരു പോളിഫോണി പോലെ രാജ്യത്ത് നിൽക്കുന്നു എന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. ആ ആത്മബലത്തിന്റെ പേരിലാണ് ലോകത്ത് ഇന്ത്യ അറിയപ്പെടുന്നത്. നിക്സൺ എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റിനോട് നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി, ഞങ്ങളുടെ രാജ്യത്തിന്റെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാമെന്ന് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ ഉരുക്കു വനിത സംസാരിക്കുന്നത് ഈ രാജ്യത്തിൽ അവർക്കുള്ള അഭിമാനബോധത്തിന്റെയും രാജ്യം നൽകിയ കരുത്തിന്റെയും ഫലമായിട്ടാണ്. നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ സങ്കടകരമാണ്, വിഷമമുള്ളതാണ്. കാര്യം ഇന്ത്യയുടെ വിദേശകാര്യ നിലപാടുകൾ തീരുമാനിക്കുന്നത് ജെഫ്രി എപ്സ്റ്റൺ എന്ന് പറയുന്ന അതിഭീകരനായ ഒരു കാമവെറിയന്റെ, ബാലപീഡകന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് എന്ന തരത്തിൽ ഇന്ത്യ കേൾക്കുകയാണ്. ആദരണീയനായ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്ന് ഇന്നലെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ അമേരിക്കയോട് സംസാരിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, സ്വാഭാവികമാണ്. പക്ഷെ സംസാരിക്കുമ്പോൾ അവർ മുതലാളിമാരും നമ്മൾ അടിമകളുമാണ് എന്ന ബോധത്തിലല്ല സംസാരിക്കേണ്ടത്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്, മ്യൂച്വൽ റെസ്പെക്റ്റിലാണ്. നമ്മൾ അവരെയും ബഹുമാനിക്കണം, അവർ നമ്മളെയും ബഹുമാനിക്കണം, അവർ നമ്മളെയും ബഹുമാനിക്കണം. അല്ലാതെ അമേരിക്കയുടെ അടിമയായിട്ട് നിൽക്കേണ്ട കാര്യം ഇന്ത്യക്കില്ല എന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്നലെ രാഹുൽ ഗാന്ധി പറയുന്നു. അതിനിടയിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ ട്രംപ് പറഞ്ഞ ഒരു വാക്കുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞത്, ഞാൻ അയാളുടെ ഭാവിയെ, പൊളിറ്റിക്കൽ ഇമേജിനെ തകർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ഭാവി തകർന്നു പോകാവുന്നത് എന്താണ് ട്രംപിന്റെ കയ്യിലുള്ളത് എന്ന് സ്വാഭാവികമായ ചില ചോദ്യങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. രാജ്യത്തിലെ ഒരു നന്മ എന്ന് പറയുന്നു, നമ്മളുടെ യശസ് എന്ന് പറയുന്നു, അതെല്ലാവരുടെയും യശസ്സാണ്. എല്ലാവരുടെയും യശസ്. 80% ഈ രാജ്യത്ത് പാർക്കുന്നത് ഹിന്ദുക്കളാണ്. 80% ഹിന്ദുക്കൾ. ഈ രാജ്യത്തിന്റെ യശസ്സിന്റെ ആത്മാഭിമാനം പേറേണ്ടവർ ആ 80% ആദ്യം. അത് കഴിഞ്ഞേ മുസ്ലിങ്ങളുള്ളൂ, ക്രിസ്ത്യാനികളുള്ളൂ, സിഖുകാരുള്ളൂ, പാർസിയുള്ളൂ, ബാക്കി വരുന്ന 20% ഉള്ളൂ. ഈ രാജ്യത്തിന്റെ യശസ്സു തകർന്നാൽ അതിൽ സങ്കടമുണ്ടാവുക, നഷ്ടമുണ്ടാവുക 80% വരുന്ന ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കാണ് ആദ്യം എന്ന് പറയുന്നത്. അതുപോലെ എല്ലാം ഹിന്ദുക്കൾക്ക് വേണ്ടി എന്നാണ് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി പറയുന്നത്. അത് വോട്ടുകൾക്ക് വേണ്ടി മാത്രമാണ്. 80% ഹിന്ദുസ് പാർക്കുന്ന ഒരു രാജ്യത്ത് ഭൂരിപക്ഷ വോട്ടുകൾക്ക് വേണ്ടിയുള്ള ശ്രമം മാത്രമാണ്. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലയളവിൽ വർദ്ധിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ആരാണ് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത്? ഈ രാജ്യത്തിലെ 80% ഹിന്ദുക്കളല്ലേ?
ഈ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന കടം അവർക്കല്ലേ ഏറ്റവും വലിയ ബാധ്യതയാവുന്നത്? നിത്യോപയോഗ സാധനങ്ങളുടെ വില, തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസ തകർച്ച, വിശപ്പ്, ദാരിദ്ര്യം എല്ലാം അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഇന്ത്യയിലെ 80% വരുന്ന ഹിന്ദു സഹോദരന്മാരാണ്. അത് കഴിഞ്ഞേ ബാക്കിയുള്ളൂ, അത് കഴിഞ്ഞേ മറ്റുള്ളവരെ ബാധിക്കുന്നുള്ളൂ. അപ്പോൾ മോദി ഭരിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? അദാനി ഈ രാജ്യത്തെ കൊള്ളയടിച്ചു കൊണ്ടുപോകുമ്പോൾ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന കോടികളിലെ 80% ഈ രാജ്യത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെതാണ്. അപ്പോൾ രാജ്യം ഭരിക്കുന്നവൻ മതം പറയുന്നത്, വർഗീയത പറയുന്നത്, ആളുകളെ തമ്മിൽ തല്ലിക്കുന്നത് അവർക്ക് ഭരിക്കാൻ വേണ്ടി മാത്രമാണ്, രാജ്യത്തിനു വേണ്ടിയല്ല. അതേ വർഗീയത, അതേ വിഭാഗീയത അത് തന്നെയാണ് നരേന്ദ്രമോദിക്ക് ബദലായി കേരളത്തിൽ പിണറായി വിജയനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മതം പറയുക, അനങ്ങിയാൽ മതം പറയാൻ ബാലനെ വിടുക, അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരെ വിടുക, പിണറായി അതിനെ എൻഡോസ് ചെയ്യുക. എന്നിട്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കും, തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കും, ദരിദ്രന്മാർക്ക് വേണ്ടി സംസാരിക്കും. എന്നാലോ ഇപ്പൊ ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ നമ്മളുടെ UDF-ന്റെ ജാഥ കടന്നു പോകുന്നതിന്റെ തൊട്ടു മുമ്പ് വയനാട്ടിലടക്കം വന്നുപോയത് വികസന മുന്നേറ്റ ജാഥ എന്ന് പറയുന്ന MV ഗോവിന്ദന്റെ ജാഥയാണ്. MV ഗോവിന്ദന്റെ ജാഥ ഇതുവഴി കടന്നു പോകും. ഞാൻ അതിന്റെ ഉദ്ഘാടന സമ്മേളനം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ UDF-നെ ടാർഗറ്റ് ചെയ്ത് ഇടതുപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് എന്ത് പിണറായി പറയുന്നു എന്നറിയാൻ 54 മിനിറ്റ് ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടു. 54 മിനിറ്റ് ഒക്കെ പിണറായിനെ കേൾക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാത്യാഗമാണ്. എന്നാലും എന്തു പറയുന്നു എന്നറിയാൻ വേണ്ടി ഞാനത് കേട്ടു. ആ പ്രസംഗത്തിൽ ഉടനീളം VD സതീശനെ, UDF-നെ, കോൺഗ്രസിനെ ആക്ഷേപിക്കുകയും മുസ്ലിം ലീഗിനെ ആക്ഷേപിക്കുകയും ചെയ്യുന്നു നിരന്തരമായി. അയാൾ അതല്ലല്ലോ ചെയ്യേണ്ടത്. 54 മിനിറ്റ് സംസാരിക്കുമ്പോൾ ഒരു വികസന മുന്നേറ്റ ജാഥയിൽ 10 കൊല്ലം ഈ നാട്ടിന് എന്താണ് ചെയ്തത് എന്ന് പിണറായി വിശദീകരിക്കണം. എന്താണ് ഈ രാജ്യത്തിന് 10 കൊല്ലം കൊണ്ട് ഞാൻ ചെയ്തു വെച്ചത് എന്ന് പറയാൻ പിണറായി വിജയന് ബാധ്യതയുണ്ട്. കാരണം അയാൾ രാജ്യത്തിന്റെ മുഖ്യമന്ത്രിയാണ്. 10 കൊല്ലം നിങ്ങൾ അറിയേണ്ടത് 26 രാജ്യങ്ങളാണ് പിണറായി വിജയൻ സന്ദർശിച്ചത്. ഒറ്റക്ക് പോയി വന്നതല്ല, അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടി പോയി വന്നതല്ല. ഭാര്യ, മക്കള്, പേരക്കുട്ടികൾ സൂട്ടിട്ട് അമേരിക്കയിലൊക്കെ നിൽക്കുന്ന ഫോട്ടോ നമ്മൾ കണ്ടതാണ്. അവരെ എല്ലാവരെയും കൂട്ടി 26 രാജ്യങ്ങൾ. ഞാനിത് വിവരാവകാശ നിയമം അനുസരിച്ച് ലഭ്യമായ രേഖ വെച്ചാ സംസാരിക്കുന്നത്. 26 രാജ്യങ്ങൾ. നിങ്ങൾ അറിയേണ്ടത് 26 രാജ്യം ഒരു മുഖ്യമന്ത്രി യാത്ര ചെയ്തിട്ട് ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം വരെ 26 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ വന്നിട്ടില്ല. 26 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ്. എന്നാൽ ഏകദേശം 26 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്ത് ഇന്ത്യയിൽ തിരിച്ചു വന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതാ സിദ്ദീഖ് ഇവിടെയുണ്ട്. നിയമസഭയെ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞ വാഗ്ദാനം 1800 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. 1800 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുമെന്ന് പറഞ്ഞ് 26 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി 26 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്നലെ വരെ നാട്ടിൽ വന്നിട്ടില്ല. എന്നിട്ട് ചുമ്മാ കുറെ ഗോസിപ്പുകൾ പറയാ. ഒരു കുഞ്ഞ് അമേരിക്കയിൽ നിന്ന് വന്നു, കേരളം കണ്ടിട്ട് ആകെ ബേജാറായി പോയി, എന്തൊരു കേരളമാണ് എന്ന് പറഞ്ഞു. ഏത് കുഞ്ഞ്? ആരുടെ കുഞ്ഞ്? കുഞ്ഞിന്റെ വാപ്പാരാണ്, ഉമ്മാരാണ്? അതൊന്നുമില്ല, ഒരു കുഞ്ഞ്. പിന്നെ വേറൊരു മുതലാളി. ആ മുതലാളി വന്നിട്ട് പറഞ്ഞു, ഞാൻ സ്വകാര്യ ആശുപത്രിയിൽ ഒന്നും പോവില്ല. എന്തിനാണ് ഇത്ര നല്ല ഗവൺമെന്റ് ആശുപത്രികളും? ആരാ പറഞ്ഞത്? മുതലാളിന്റെ പേരെന്താണ്? മുതലാളിന്റെ ഏത് നാട്ടുകാരനാണ്? ഒന്നുമില്ല, ചുമ്മാ കുറെ സഖാക്കളെ പറ്റിക്കുന്ന ഗോസിപ്പ് കഥകൾ പറയുക, ഒരു കാര്യമില്ലാതെ പറയുക. അടിസ്ഥാനപരമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 കാര്യങ്ങളാണ് വെൽഫെയർ സ്റ്റേറ്റിന്റെ അടയാളം എന്ന് പറയുന്നത്. ഒന്ന് വിദ്യാഭ്യാസമാണ്, ഒന്ന് തൊഴില, ഒന്ന് വിദ്യാഭ്യാസമാണ്, മറ്റൊന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് സോഷ്യൽ വെൽഫെയർ ആണ്. ഇവിടെ UDF-ന്റെ ഒരു പഞ്ചായത്ത് ബോർഡ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ഇവിടെയുണ്ട്. നമ്മൾ ഏറ്റവും വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടുന്ന വിഷയം ഒരു നാട്ടിനു വേണ്ടി ചെയ്യാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് വിടാമെന്ന് പറഞ്ഞാൽ അതൊക്കെ കുറെ ആളുകൾക്ക് ജനകീയ പങ്കാളിത്തവും ജനങ്ങളുടെ ഇടപെടലും അവരുടെ സ്വയം ഉത്തരവാദിത്തം ഏൽക്കലുമായി വരാം. പക്ഷെ വിദ്യാഭ്യാസം, ആരോഗ്യം, ഒപ്പം തന്നെ ഇതിന്റെ സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. 82,000 സീറ്റുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഒഴിഞ്ഞു കിടക്കുന്നു. ഞാനിത് പലതവണ പലയിടത്ത് പറഞ്ഞു, ഈ നിമിഷം വരെ നിഷേധിച്ചിട്ടില്ല. 82,000 സീറ്റുകൾ കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നു.
എന്ന് വെച്ചാൽ കേരളത്തിലെ കുട്ടികൾ കേരളത്തിന്റെ പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും പഠിക്കുന്നത് 10 ലക്ഷത്തിലധികം കുട്ടികളാണ്. 82,000 സീറ്റുകൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുമ്പോ എന്താ ഈ കുട്ടികൾ ഫീസ് കുറഞ്ഞ വീട്ടിന്റെ മുറ്റത്തുള്ള നമ്മുടെ നാട്ടിൽ ഉള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാത്തത്? അവർക്ക് ഫീസ് കുറവല്ലേ? ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി കോഴ്സിന് പഠിക്കുന്ന കുട്ടിയും കർണാടകയിൽ പോയി പഠിക്കുന്ന കുട്ടിയും തമ്മിൽ അവന്റെ ജീവിത ചെലവ് എത്ര വരും? കടബാധ്യതകൾ വരും, ബാങ്ക് ലോണുകൾ വരും. എന്നിട്ടും ഒഴിഞ്ഞു കിടക്കുന്ന 82,000 സീറ്റുകളിൽ അവർ ചേരുന്നില്ല. എന്താ കാര്യം എന്നറിയോങ്ങള്? അത്ര മോശപ്പെട്ട കരിക്കുലമാണ്. ഒരു മികച്ച കരിക്കുലം കേരളത്തിലില്ല. കേരളത്തിൽ അതിന് നൂതനമായ കോഴ്സുകളില്ല. ഇവിടെ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തമാശയാണ്. ശിവൻകുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു അറിയപ്പെടുന്ന കൊമേഡിയനാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അയാളുടെ വിദ്യാഭ്യാസ നിലപാടുകൾ എങ്ങനെ? കേരളം എന്ന് പറഞ്ഞാൽ പണ്ട് എങ്ങനെയാ പറയാന്ന് വെച്ചാല് സഖാക്കളൊക്കെ പ്രസംഗിക്കും. ഞാനൊക്കെ ഇങ്ങനെ കമ്പളക്കാടും കടയാമ്പട്ടി രാഷ്ട്രീയ വിദ്യാഭ്യാസം നടത്തുന്ന ചെറുപ്പകാലത്ത് MSFകായി നിൽക്കുന്ന കാലത്ത് സഖാക്കൾ പ്രസംഗിക്കാറുണ്ട്. കമ്പളക്കാട് നോക്കെ പ്രസംഗിക്കും. കേരളം സ്കാൻഡിനേവിയൻ കൺട്രികളോടാണ് മത്സരിക്കുന്നത്. സ്കാൻഡിനേവിയൻ ഒന്നും വേണ്ട, തമിഴ്നാടിനോട് മത്സരിക്കാനുള്ള ആഫിയത്തുണ്ടോ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തിന്? ഇപ്പോ 82,000 സീറ്റുകൾ കേരളത്തിന്റെ യൂണിവേഴ്സിറ്റികളിൽ ഒഴിഞ്ഞു കിടന്നിട്ട് ഒരു തമിഴ്നാട്ടുകാരൻ വന്നിട്ട് അവിടെ ചേരുന്നുണ്ടോ? ഒരു കർണാടകക്കാരൻ കേരളത്തിൽ ഏതെങ്കിലും വന്ന് പഠിക്കുന്നുണ്ടോ? എന്നാൽ എനിക്കറിയാം, ഞാൻ MSFന്റെ ഭാരവാഹിയായിരിക്കുമ്പോ ഫാറൂഖ് കോളേജ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി, കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുമ്പോ അവിടെ പഠിക്കുന്ന ഇറാനിൽ നിന്ന് വന്ന കുട്ടികളുണ്ട്, വിദേശത്ത് UAE-യിൽ നിന്ന് വന്ന കുട്ടികളുണ്ട്. അവരൊക്കെ തിരിച്ചുപോയി. പോട്ടെ, തമിഴ്നാട്ടുകാരൻ വന്ന് പഠിക്കുന്നുണ്ടോ ഇവിടെ? ഇനി നിങ്ങൾ അറിയുമോ, കേരള യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പോയാൽ അവിടെ യൂണിവേഴ്സിറ്റിയിൽ കയറുമ്പോ തന്നെ ഫ്രെയിം ചെയ്തു വെച്ച ഒരു ഡോക്യുമെന്റ് ഉണ്ട്. എന്താ ഡോക്യുമെന്റ് അറിയാങ്ങള്? കേരള യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുമ്പോ കേരള ഗവൺമെന്റ് ആർക്കാ കത്തെഴുതുന്ന അറിയങ്ങള്? ഐൻസ്റ്റീന് ആൽബർട്ട് ഐൻസ്റ്റീന് കത്തെഴുതുക. ആ എഴുതാനുള്ള ഊക്കും ധൈര്യങ്ങൾ ആലോചിച്ച് നോക്ക്. ആൽബർട്ട് ഐൻസ്റ്റീന് കത്തെഴുതിയിട്ട് പറയാണ്, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് നിങ്ങൾ വരണം. ആൽബർട്ട് ഐൻസ്റ്റീൻ കേരളത്തിന് മറുപടി എഴുതി, എനിക്ക് വരാനാവില്ല, കൃത്യാന്തര ബാഹുല്യങ്ങൾ കൊണ്ട് വരാൻ കഴിയില്ല. ആ മറുപടി ഉണ്ട് അവിടെ. ഈ രാജ്യത്തിന്റെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആരാവണം? ആൽബർട്ട് ഐൻസ്റ്റീൻ ആവണം എന്ന് സ്വപ്നം കണ്ടിരുന്ന ഒരു നാട്ടിലാണ് തമിഴ്നാട്ടിലെ കുട്ടികൾ പോലും വന്ന് പഠിക്കാത്ത യൂണിവേഴ്സിറ്റികളായിട്ട് EGN തൊഴുത്തു പോലെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ മാറ്റിയത്. ഉമ്മൻചാണ്ടിയുടെ ഇവിടെ നിങ്ങള് ഉമ്മൻചാണ്ടി എന്തുകൊണ്ടാണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കൂടെ? കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങൾക്ക് ഉമ്മൻചാണ്ടി സാറ് മരിച്ചു പോയിട്ട് ആ മനുഷ്യന്റെ അവസാനത്തെ യാത്രയുണ്ട്, മറക്കാനാവില്ല മലയാളിക്കത്. അത്രമേൽ ആ മനുഷ്യനെ ജീവിച്ചിരുന്നപ്പോൾ നിന്ദിച്ചിരുന്ന വൃത്തികെട്ട നാവ് കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ നാവാണ്. നമുക്കറിയാം, അത്ര മ്ലേച്ഛമായി. അതിന്റെയൊക്കെ സങ്കടമായിരുന്നു ആളുകൾക്ക്. ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതികൾ ഞാൻ പറയാം, നിങ്ങൾക്കും അറിയാം. ഒന്ന് വിഴിഞ്ഞമാണ് ഏറ്റവും വലിയ പദ്ധതി, ഒന്ന് മെട്രോ ട്രെയിനാണ് മറ്റൊരു പദ്ധതി, കണ്ണൂർ എയർപോർട്ടാണ് മറ്റൊരു പദ്ധതി, കുറേയുണ്ട്. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. എന്നാൽ ഉമ്മൻചാണ്ടി ഇതൊക്കെ കൊണ്ടുവരുമ്പോഴും ആലോചിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഡോക്ടർ മുനീർ സോഷ്യൽ ജസ്റ്റിസിന്റെ മന്ത്രിയാണ്. ഒരു പ്ലാൻ ചെയ്യണം. ആരെക്കുറിച്ച പ്ലാൻ എന്നറിയോ? നാട്ടില് സംസാരിക്കാൻ കഴിയാത്ത ചില കുട്ടികളുണ്ട്. ഈ കമ്പളക്കാട്, ഞാനത് MLA ആയിരിക്കുമ്പോ ഇവിടെ UDFന്റെ കോൺസ്റ്റിറ്റ്യുവൻസി അല്ല എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ അടുത്ത് വന്ന ഒരു കുഞ്ഞുണ്ട്, കോക്ലിയർ ഇംപ്ലാന്റേഷൻ. കുട്ടികള് 10 വയസ്സ് 11 വയസ്സായി അല്ലെങ്കിൽ ഒരു 6 വയസ്സ് 7 വയസ്സാകുമ്പോ അമ്മമാർക്ക് അറിയാം, മനസ്സിലാവാണ് അവനെ ഉമ്മ എന്ന് വിളിക്കാൻ വയ്യ, വാപ്പാന്ന് വിളിക്കാൻ വയ്യ. നമ്മളുടെ നാട്ടിൽ പൊട്ടെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തും അവരെ. പക്ഷെ എന്താ സംഭവം എന്ന് അറിയാം? കൊച്ചു കുട്ടികൾക്ക് സംസാരിക്കാൻ പറ്റാത്തത് അവർ കേൾക്കുന്നില്ല. അവർ കേൾക്കുമെങ്കിൽ അവർക്ക് സംസാരിക്കാം. സംസാരത്തിന്റെ കഴിവുകേടല്ല, കേൾവിയില്ല അവർക്ക്. അവരുടെ കേൾവി തിരിച്ചു കൊണ്ടുവരാൻ കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി UDF പ്ലാൻ ചെയ്തു. ഉമ്മൻചാണ്ടി സാർ പ്ലാൻ ചെയ്തു. 15 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് മിംസിൽ പോയാൽ അല്ലെങ്കിൽ ബേബിയിൽ പോയാൽ മെട്രോയിൽ പോയാൽ ഉണ്ടാവുക. അത് സൗജന്യമായി ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് 2 കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചെയ്തു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 10 കൊല്ലം കൊണ്ട് ഞാൻ 400 ചില്ലാണ്, എനിക്ക് അവിടെ പോർട്ടൊക്കെ ഉള്ളത് കൊണ്ട് കോടി വികസനം കൊണ്ടുവന്നിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് വാരിക്കോരി തന്നിരുന്നു. എന്നിട്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 400 ചില്ലാൻ കോടിയുടെ വികസനം അല്ല എന്റെ മുമ്പിൽ കാണുന്നത്. ആ 2 മക്കൾ അമ്മ അച്ഛൻ എന്ന് വിളിക്കാൻ അവർക്ക് കഴിയുന്ന ആ സൗഭാഗ്യം ഉണ്ടല്ലോ, അതിനേക്കാൾ അപ്പുറമല്ല ഒരു വികസനവും.
ഒരു രാജ്യത്ത് ഞാൻ നിങ്ങളോട് കണിയാമ്പറ്റ പഞ്ചായത്തിലെ ആളുകളോട് പറയട്ടെ, ഇതൊരു ഓഫീസാണ്. ഈ ഓഫീസിന് ലീഗ് ഓഫീസ് എല്ലായിടത്തും ഉള്ള പോലെ ലീഗ് ഓഫീസ് ഒരു കെട്ടിടമായിട്ടല്ല പ്രവർത്തിക്കാറ്. നിങ്ങളുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ പ്രസിഡന്റുമാരെയും മെമ്പർമാരെയും കണ്ടപ്പോഴൊക്കെ പറഞ്ഞിരുന്നു, ഒരു മീറ്റിങ്ങിലൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ നാട്ടിലെ ഒരു ബെഡ്റിഡനായി കിടക്കുന്ന ഒരാളുണ്ട്, അയാൾക്ക് വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല, കഴിയില്ല, ബെഡിൽ കിടക്കുകയാണ്, അയാൾക്ക് കൊണ്ടുപോകാനാവില്ല. ആ മനുഷ്യൻ നിങ്ങളുടെ വോട്ടറാണ്, വോട്ട് ചെയ്തിട്ടില്ല, പക്ഷെ ആ മനുഷ്യനെ നിങ്ങൾ അഡ്രസ് ചെയ്യണ്ടേ? ഈ പഞ്ചായത്ത് ബോർഡ് ആ മനുഷ്യനെ കാണുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പഞ്ചായത്ത് ബോർഡ്? എന്തിനാണ് പഞ്ചായത്ത്? നിങ്ങളുടെ നാട്ടിൽ എത്ര ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ട്, നടക്കാൻ കഴിയാത്ത എത്ര ആളുകളുണ്ട്? പഞ്ചായത്ത് ബോർഡ് അറിയണം, അവന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ കഴിയണം. സംസാരിക്കുന്നവനും സംസാരിക്കാൻ കഴിയാത്തവനും, നടക്കുന്നവനും നടക്കാൻ കഴിയാത്തവനും, ഈ രാജ്യത്തെ ജീവനുള്ള സകല മനുഷ്യരോടുമുള്ള പ്രതിബദ്ധതയുടെ പേരാണ് നമ്മളെ ഗാന്ധിജി പഠിപ്പിച്ച ജനാധിപത്യം എന്ന് പറയുന്നതും പ്രവാചകൻ പഠിപ്പിച്ച വിശ്വാസം എന്ന് പറയുന്നതും. അത് ചേർത്ത് വെക്കാൻ കഴിയണം. പാപങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയണം. എത്ര പേരുണ്ട് എന്ന കണക്കുണ്ടാവണം. അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ച് നിരന്തരമായ ശ്രദ്ധയുണ്ടാവണം. രാജ്യത്ത് വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവരുന്ന ഉമ്മൻചാണ്ടി രാജ്യത്ത് അമ്മ എന്ന് വിളിക്കാൻ കഴിയാത്ത കുഞ്ഞിന്റെ വികാരത്തെയും ഏറ്റെടുക്കാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയുമോ? മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എന്തുകൊണ്ടെന്നറിയുമോ? ഇതൊരു ഗാന്ധിയൻ പരിപ്രേക്ഷ്യമാണ്. ഗാന്ധിജി 1947 ഓഗസ്റ്റ് 14 രാത്രിയിൽ ഗാന്ധിജിയുടെ കൂടെയാണ് നെഹ്റു ഉണ്ടായിരുന്നത്. സംസാരമൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, നാളെ കാണാം, ഞാൻ ഡൽഹിയിലേക്ക് വരാം. ഗാന്ധിജി പോയില്ല. ആ മനുഷ്യൻ നിസ്വനാണ്. അയാൾ നേരെ എന്താണ് കലാപം നടക്കുന്ന ഇടത്തേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ നിന്ന് അങ്ങോട്ട് പോയി അവിടെ ചെന്നത് ഡൽഹിയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം അവിടെ പോയില്ല. പക്ഷേ ഒരു കത്ത് കൊടുത്തയച്ചു നെഹ്റുവിന്. കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിലൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഡൽഹിയിൽ നിന്ന് എന്തു വലിയ വികസന പ്രവർത്തനം ആലോചിച്ചാലും ഗ്രാമത്തിലെ ഒരു മനുഷ്യനെ അതെങ്ങനെ ബാധിക്കും എന്ന് ആലോചിക്കാതെ, അന്വേഷിക്കാതെ നിങ്ങളൊരു വികസന പ്രവർത്തനം കൊണ്ടുവരരുത് എന്നാണത്. ആ ബോധ്യമുണ്ട്. ഒരുപക്ഷെ UDF-ന്റെ ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ പിന്തുണക്കുമ്പോൾ ലീഗിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനം അതാണ്. ഞങ്ങൾ അങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ ഈ പറയുന്ന ചപ്പടാച്ചിത്തരമല്ല. മനുഷ്യനെ കാണാനും അവന്റെ വികസനങ്ങളെ കാണാനും കഴിയാത്ത ഒരു രാഷ്ട്രീയമല്ല വേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഗോവിന്ദൻ നടത്തിയ ഈ ട്രോൾ ജാഥയുണ്ട്, ഈ ജാഥയിൽ എല്ലാവർക്കും ഉത്തുതെറിയാണ്. എന്നെ വർഗീയവാദിയാക്കിയാൽ ഞാൻ ചോദിക്കുന്നത്, കട്ടുകൊണ്ടുപോയ ചെമ്പ് സ്വർണം ചെമ്പാവോ? ഇല്ലല്ലോ. അത് സ്വർണ്ണം എന്നല്ലേ കട്ടുകൊണ്ടത്. നിങ്ങൾ ഇവിടെ വർഗീയവാദി എന്നോ മറ്റോ വിളിച്ച് ഞങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ പറയാണ് മൈക്രോപ്രേറ്റ് അയാൾ എക്കോ ഓഫ് ആക്കാൻ പറയുന്നത്. ഇതല്ലെങ്കിൽ തന്നെ അവിടെ ഒക്കെ ഉണ്ടാവും.
ഈ ഗോവിന്ദൻ ജാഥ നമ്മൾ അറിയാൻ കാരണം എന്താ വെച്ചാൽ അയാൾ ഇടക്കിടക്ക് വിഡിത്തം പറയുന്നതുകൊണ്ടാണ്. അതല്ലാതെ ആ ജാഥയുടെ പ്രാധാന്യം കൊണ്ടല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വേറെയും 2 ജാഥയുണ്ട്. ബിനോയ് വിശ്വത്തിൻ്റെ ജാഥയുണ്ട്, അതുപോലെ തന്നെ ജോസ് കെ മാണിയുടെയും ജാഥ നടക്കുന്നുണ്ട്. ഇയാളുടെ ജാഥ നമ്മൾ അറിയണം, ഇയാളുടെ വിഡിത്തം അങ്ങനെ ഇടക്കിടക്ക് പറയുന്നുണ്ട്, പത്രത്തിൽ വാർത്തയാവുന്നതുകൊണ്ടാണ് അതുപോലും അറിയുന്നത്. അതേ വഴിയിലൂടെയാണ് മറ്റൊരു ജാഥയും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങൾ ഈ ജാഥയിൽ പറഞ്ഞതാവട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവട്ടെ, കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നൊരു കാര്യമുണ്ട്, ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ഗുരുതരമായൊരു പ്രശ്നം. ഇവിടെയാണ് അടിസ്ഥാനപരമായി UDF ഉം LDF ഉം തമ്മിൽ ഉള്ള വ്യത്യാസം. UDF-നെ സംബന്ധിച്ചിടത്തോളം ശബരിമലയായാലും ഏത് വിശ്വാസമായാലും ഈ രാജ്യത്ത് അതിനെ പരിരക്ഷിച്ചുകൊണ്ട് നിർത്തുക എന്ന് പറയുന്നത് ഒരു പോളിസിയാണ്, ഒരു പദ്ധതിയാണ്, ഒരു പരിപാടിയാണ്. എല്ലാ വിശ്വാസികൾക്കും അവരുടെ പരിഗണന ഉണ്ടാവണം. അതിനനുസരിച്ചുള്ള പരിഗണനയും ആ ഗവൺമെൻറ് അതിന് ഉതകുന്ന തരത്തിൽ പ്രവർത്തിക്കുകയും വേണം. നിങ്ങൾ ആലോചിക്കുക, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അത് വിശ്വാസത്തെ ചൂഷണം ചെയ്യലാണ്. ഏതർത്ഥത്തിലാണ് ചൂഷണം ചെയ്യുന്നത്? ഇവിടുന്ന് പറയുന്നത് കണ്ടോ, VD സതീശൻ RSS ആണ്, ലീഗ് മഹാപോക്കരി വർഗീയ സംഘടനയാണ് എന്ന് ആക്ഷേപിക്കുന്ന ആളുകളുടെ ശ്രദ്ധ ഇപ്പുറത്തേക്ക് മാറുമ്പോൾ അപ്പുറത്ത് വലിയ കൊള്ള നടക്കുകയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സഖാക്കൾക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ശബരിമലയിലുള്ളത് കേവലം ഒരു പൊന്നല്ല. പൊന്നെന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് ഒരു ജ്വല്ലറിയിൽ പോയാൽ 22 കാരറ്റ് അല്ലെങ്കിൽ 916 എന്നൊക്കെ നമ്മൾ പറയുന്ന പൊന്ന്, അതിൻ്റെ മാർക്കറ്റിൽ ഇന്ന വാല്യൂ, ഇത്ര വിലയുണ്ട്. അങ്ങനെയല്ല. അത് പൊന്നെന്ന് പറയുന്നത് ഹിന്ദുമത വിശ്വാസം അനുസരിച്ചിട്ട് ജനനം മുതൽ മരണം വരെ അവർ ഫോളോ ചെയ്യുന്ന ഒന്നാണ്. ജീവിതത്തിൻ്റെ ഭാഗമായിട്ട്, വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടി ജനിച്ചാൽ കുട്ടിയുടെ വായിൽ തൊട്ട് കൊടുക്കുന്ന ആദ്യത്തെ വെള്ളം, ചടങ്ങനുസരിച്ച വെള്ളം, സ്വർണം മുക്കി വെച്ച വെള്ളമാണ് കൊടുക്കുക. ഇനി മരിച്ചാലോ അവസാനം ചുണ്ടിൽ വെള്ളം തൊട്ട് കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് ഹിന്ദുമത വിശ്വാസത്തിൽ. ആ ആചാരത്തിൽ ഭൂരിപക്ഷം ആളുകളും സ്വർണം മുക്കിയ അതിൽ നിന്ന് തൊട്ട വെള്ളമാണ് ഈ മരിച്ചവരുടെ ചുണ്ടിൽ വെച്ച് കൊടുക്കുക. അവിടെയും തീരുന്നില്ല. ഒരു വിഷുക്കണി വന്നാൽ, വിഷുക്കണി എന്ന് പറഞ്ഞിട്ട് അവർ ഏറ്റവും കൂടുതൽ ആ കണിയിൽ പ്രാധാന്യം കൊടുക്കുന്നത് സ്വർണത്തിനാണ്. അതുകൊണ്ടാണ് ശബരിമലയിലും ഗുരുവായൂരിലും സ്വർണം ഇങ്ങനെ വന്ന് കുമിഞ്ഞുകൂടുന്നത്. വിശ്വാസത്തിന്റെ കൂടെ ഭാഗമായിട്ടുള്ളതാണ്. അതിൽ വേറെ ഒരു അർത്ഥമുണ്ട്. ഇന്ന് വില കൊണ്ട് സ്വർണം വലിയ വിലയാണ്. അത് മാത്രമല്ല, നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലുത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വാല്യൂ ഉള്ളത് എന്താണ്? സ്വർണ്ണാണ്. ആ സ്വർണം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഇതൊരു സാക്രിഫൈസ് ചെയ്യലാണ് ദൈവത്തിന് വേണ്ടിയിട്ട്. ദൈവത്തിന്റെ മുമ്പിൽ ത്യജിക്കുക എന്ന് പറയും. ദൈവത്തിന്റെ മുമ്പിൽ ത്യജിക്കലാണ്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവിടെ സ്വർണം ഇത്രമേൽ എത്തുന്നത്. ഇവിടെ അയ്യപ്പ ക്ഷേത്രത്തിന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. വേറെ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ഈ സൗഹൃദവും സാമൂഹ്യ സഹജീവനൊക്കെ പറഞ്ഞാൽ സഖാക്കള് അതിനെ വേറെ തരത്തിൽ എടുക്കുക. കണിയാമ്പറ്റയിൽ അങ്ങനെയല്ല. നമ്മൾ ഈ കണിയാമ്പറ്റ സ്കൂളിൽ എങ്ങനെയാണ് കണിയാമ്പറ്റ ഗവൺമെന്റ് സ്കൂളിൽ നമ്മൾ പഠിച്ച സ്ഥിതി? നിങ്ങളുടെ ക്ലാസ് മുറികളിൽ എത്ര ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു, എത്ര മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, എത്ര ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്നെന്തെങ്കിലും ഒരു കണക്കെടുക്കാൻ ഈ കണിയാമ്പറ്റയിലെ ഏതെങ്കിലും ഒരു മനുഷ്യന് സാധിച്ചിരുന്നോ? AK ബാലനെ നിങ്ങൾ കണ്ടിരുന്നല്ലോ. AK ബാലൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു മുസ്ലിമിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നാണ്. ഭയങ്കര സംഭവമാണ്. അദ്ദേഹം ഒരു മുസ്ലിം, ഞാൻ ഭക്ഷണം മുസ്ലിങ്ങളുടെ കൂടെ കഴിക്കാറുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ മതേതരത്വം തെളിയിക്കാൻ വേണ്ടി പറഞ്ഞത്. കമ്പളക്കാടോ കണിയാമ്പറ്റയിലോ അത് പറഞ്ഞാൽ എന്തൊരു തമാശയാണത്. നമ്മുടെ രാഷ്ട്രീയത്തിൽ, നമ്മുടെ പൊതുജീവിതത്തിൽ, നമ്മുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ, നമ്മളുടെ സാമൂഹ്യ സഹജീവിതത്തിൽ നമ്മൾ ഇടപെടുന്നത് ആരൊക്കെയായിട്ടാണ്? ഈ കണിയാമ്പറ്റയിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ, ആ അയ്യപ്പ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, അവിടുന്ന് നമ്മൾ കേൾക്കുന്ന ഭജനകൾ രാവിലെ സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അയ്യപ്പ മണ്ഡലകാലമായി കഴിഞ്ഞാൽ അവിടെ ഊർജ്ജസ്വലമാകും. ഞാൻ ചെറുപ്പത്തിലേ കാണുന്നത് ഇരുമുടി കെട്ടുമായിട്ടാണ് ശബരിമലയിലേക്ക് പോവുക. രണ്ട് ഇരുമുടി മുൻകെട്ടുമുണ്ട് പിൻകെട്ടുമുണ്ട്. ഈ മുൻകെട്ടിലുള്ളതൊക്കെ അയ്യപ്പന് കൊടുക്കാനുള്ളതാണ്. പിൻകെട്ടിൽ പോകുന്നവരുടെ ആവശ്യം അനുസരിച്ചുള്ള ആ മുൻകെട്ടിൽ കാര്യമായി വെക്കുക. തേങ്ങ വെക്കും, അടക്ക വെക്കും, ഉണക്കലരി ഒക്കെ വെക്കും. അതൊന്നേക്കാൾ പ്രാധാന്യത്തോടെ വെക്കുന്ന കാര്യങ്ങൾ സ്വർണമോ അതല്ലെങ്കിൽ പണമോ വെക്കും. ഇത് അയ്യപ്പന്. അത് കേരളത്തിലെ ആളുകൾ ഒരു പരിധിക്ക വെക്കുക. എന്നാൽ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ എൻ്റെ സ്റ്റാഫ് അവർ ഈ തവണ അധികവും മലക്ക് പോയി വരുന്നവരാണ്. അവരെന്നോട് പറയാറുണ്ട്, ഞങ്ങളൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഇടുക. ഈ ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വരുന്ന വിശ്വാസികളുണ്ടല്ലോ, അയ്യപ്പൻ എങ്ങനെ ദർശിക്കുന്ന സമയത്ത് വൈകാരികമായ ഒരു വിശ്വാസത്തിൻ്റെ മൂർധന്യത്തിലെത്തുമ്പോൾ കഴുത്തിലിട്ട മാല വലിച്ചങ്ങ് പൊട്ടിക്കും, കാണിക്കടും. ആ പൊന്നാണ് ഈ
കള്ളന്മാർ അടിച്ചു മാറ്റി പോണത്. നിങ്ങൾ മനസ്സിലാക്കണം. ആ പൊന്നാണ് ഒരു ഉളുപ്പുമില്ലാതെ കട്ടുകൊണ്ടുപോവുക. ഇത്രമേൽ വിശ്വാസത്തിന്റെ ഭാഗമായി ഇവർ കൊണ്ടുപോയി സമർപ്പിക്കുന്നത് അങ്ങനെ തന്നെ കൊണ്ടുപോവുക. അത് മാത്രമല്ല, ഈ തമിഴ്നാട്, കർണാടക, ആന്ധ്രയിലൊക്കെ ചോദിച്ചാൽ അവരുടെ ബിസിനസ്സിലെ പാർട്ട്ണർ അയ്യപ്പനാണ് ഒരർത്ഥത്തിൽ. എന്ന് വെച്ചാൽ ഒരു ഷെയർ അയ്യപ്പനാണ്. ഇൻകം ടാക്സ് വരെ വെട്ടിപ്പടത്തിയാൽ അയ്യപ്പൻ്റെ മുമ്പിൽ വെട്ടിപ്പടത്തൂല. ആ ലാഭവിഹിതം കൊണ്ടുപോയി അവരുടെ സമർപ്പിക്കും. മല്യ അങ്ങനെയാ ചെയ്തത്. മല്യ എന്താ ചെയ്തത്? മല്യ പറഞ്ഞു, എനിക്ക് ഏറ്റവും ലോകത്തിലെ പരിശുദ്ധമായ സ്വർണം കിട്ടണം. ആ പരിശുദ്ധമായ സ്വർണമാണ് കിലോ കണക്കിന് മല്യ ഒരു ബിസിനസ്സിലെ ലാഭവിഹിതം തനിക്ക് കിട്ടിയപ്പോ അയ്യപ്പന് സമർപ്പിച്ചത്. ആ പരിശുദ്ധമായ സ്വർണ്ണാണ് ഈ കേരള ഗവൺമെന്റ്, മുഖ്യമന്ത്രി അടക്കം കുറെ ആളുകളെ സഹായിക്കുന്ന കള്ളന്മാർ കട്ടുകൊണ്ടുപോയത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസത്തെ, രക്തസാക്ഷി ഫണ്ട്, കരുവന്നൂർ ഫണ്ട്, ഇതൊക്കെ അടിച്ചു മാറ്റും. അത് നിങ്ങളുടെ സ്വഭാവമാണ്. പക്ഷെ അതേ ലാഘവത്തിൽ നിങ്ങൾ അയ്യപ്പന്റെ പൈസയും എങ്ങനെയാണ് നിങ്ങൾ അടിച്ചു മാറ്റുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ അവസാനം വന്നു, ഞങ്ങളിത് പണ്ടേ പറഞ്ഞു, ഈ ആഗോള അയ്യപ്പ സംഗമം വന്നു. ഇന്നലെ നിങ്ങൾ അതിന്റെ വാർത്തയൊക്കെ കേട്ടല്ലോ. നമ്മളൊക്കെ വിചാരിച്ചു ആഗോള അയ്യപ്പ സംഗമം ഭയങ്കര സംഭവമാണ്, ലോകത്തിലെ മുഴുവൻ വിശ്വാസികൾ അവിടെ വരാറുണ്ട്, അപ്പൊ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്, അങ്ങനെ ആവും എന്ന് നമ്മൾ വിചാരിച്ചു. ഇതിപ്പോ കഴിഞ്ഞപ്പോ എന്താ പറഞ്ഞ, ഇവരെന്താ പറഞ്ഞത്? മന്ത്രി വാസവൻ പറഞ്ഞ എന്താണ്? 30,000 പേർ പങ്കെടുക്കും. 500 പേര് വന്നില്ല. 500 പേര് വന്നില്ല. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയത് 5000 പേർക്കാണ്. ആ ഭക്ഷണം മുഴുവൻ കുഴിച്ചുമൂടി. അതിലെ തമാശ എന്താണെന്ന് അറിയാം? ഈ ഭക്ഷണം ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്തത് മുരാരി ബാബുവാണ്. ആരാ മുരാരി ബാബു? ഈ കള്ളൻ സ്വർണം കട്ടുകൊണ്ടുപോയ കള്ളന്മാരുടെ കൂട്ടത്തിൽ പോലീസ് പിടിച്ച പ്രതിയാണ് മുരാരി ബാബു. ആ മുരാരി ബാബുവാണ് ഗവൺമെന്റ് ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ ചുമതലയായി ഏൽപ്പിച്ചത്, അല്ലെങ്കിൽ ചടങ്ങിന്റെ ചുമതല ഏൽപ്പിച്ചത് ഒന്ന് മുരാരി ബാബുവിനെ മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൊത്തം പരിപാടിയുടെ ചാർജ് ഏൽപ്പിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിയല്ലേ? നിങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി വിളിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന ആളുകൾ മുഴുവൻ ആ സ്വർണ്ണ മോഷണത്തിന്റെ പിറകിലുള്ളവരാണ്. എന്താണ് ഈ ഗവൺമെന്റ് പറഞ്ഞത്? ഞങ്ങള് ശബരിമല വികസനം ഉണ്ടാക്കാൻ പോവാണ്. പക്ഷെ വന്നത് ആരാണ്? അവിടെ വന്നത് അയ്യപ്പ ഭക്തന്മാരാണോ? വ്യവസായികൾ വന്നു, വലിയ വ്യവസായികൾ വന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 10 കോടി രൂപയാണ് ആ ഒരൊറ്റ അയ്യപ്പ സംഗമത്തിന്റെ ചെലവ്. 10 കോടി രൂപ അയ്യപ്പ സംഗമത്തിന് ചെലവഴിച്ചാൽ, ആ 10 കോടി എങ്ങാനും നിങ്ങൾ ശബരിമലയിൽ ചെലവഴിച്ചാൽ, പമ്പയിൽ നിന്ന് പോകുന്ന വഴിയെങ്കിലും ടാർ ചെയ്തൂടെ? എത്ര വികസനം കൊണ്ടുവരാൻ പറ്റും? 10 കോടി രൂപ നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് വികസനത്തിന് വേണ്ടി ചെലവഴിച്ചു. എന്നിട്ട് അതിലെ തമാശ എന്താ? സഖാവ് പിണറായി വിജയന് കിടക്കാൻ, ഒരു ദിവസത്തേക്ക് കിടക്കാൻ 1,17,000 രൂപയുടെ കട്ടിലു. അപ്പോൾ ഒരു സഖാവ് അപ്പോഴത്തേക്ക് ഇന്നെ ക്യാപ്സ്യൂൾ ഇറങ്ങാണ്. ഒരു സഖാവ് ചോദിച്ചു, 1,00,000 കട്ടിലുണ്ടാവൂലേ? സഖാവേ, 1,00,000 കട്ടിലുണ്ട്, 1,00,000 കിടക്കയുണ്ട്. പക്ഷെ അത് മരിക്കുന്നവരെ കിടക്കാനാണ്, ഒരു ദിവസം കിടക്കാനല്ല. പലരും സാധാരണക്കാരുടെ വീടുകളിലൊക്കെ 1,00,000 കട്ടിലും 1,00,000 കിടക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് മരിക്കുന്നവരെ കിടക്കാൻ മാത്രമല്ല, മക്കളും പിന്നെ അതിമല കിടക്കുക. ഇത് എൻ്റെ പിണറായി വിജയൻ ഒരു ദിവസം കിടക്കാനുള്ള കിടക്കൻ്റെ കട്ടിലിൻ്റെ ചെലവാണ് 1,00,000 ചില്ലാനം രൂപ. CPM-ന്റെ പാർട്ടി ഓഫീസിലെ പൈസ അല്ല, ഈ രാജ്യത്തിലെ മതവിശ്വാസിയുടെ പൈസയാണ്. മതം ഈ രാജ്യത്തെ ആളുകൾക്ക് എങ്ങനെയാ പ്രശ്നപ്പെടുന്നത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ആ മതവിശ്വാസിയുടെ ചെലവിലാണ് നിങ്ങളുടെ പിണറായി വിജയൻ ഒരു ദിവസം അവിടെ കിടന്നത് 1,00,000 ചില്ലാനം രൂപക്ക്. നിങ്ങൾക്കറിയോ സഖാക്കളെ, വിശ്വാസിക്ക് കിടക്കാൻ എന്തിനാ കട്ടില്, എന്തിനാ കിടക്ക? അയ്യപ്പന്മാര് പോണ കണ്ടിട്ടുണ്ടോ? യാത്ര ചെയ്യുമ്പോൾ കാണാം, പത്തനംതിട്ട വഴിയിലേക്ക് യാത്ര പോയി നോക്ക്, റോഡ് സൈഡിൽ കിടന്നുറങ്ങുന്നുണ്ടാവും. അവർക്കൊരു പായ പോലും വേണ്ട, വിരിക്കാൻ ഒരു വിരി പോലും വേണ്ട, കാലിൽ ചെരുപ്പുണ്ടാവില്ല. നടന്നു പോകുന്ന എത്ര അയ്യപ്പ ഭക്തന്മാരുണ്ട്. അവർക്ക് വേണ്ടി ആഗോള സംഗമം നടത്തുമ്പോൾ, ആ അയ്യപ്പൻ ത്യജിച്ചു ജീവിക്കുന്ന അയ്യപ്പന്മാർക്ക് വേണ്ടി നിങ്ങൾ ആഗോള സംഗമം നടത്തുമ്പോൾ ചെലവഴിക്കാൻ, ഒരു ദിവസം കിടക്കാൻ നിങ്ങൾക്ക് വേണ്ടത് 1,00,000 രൂപയുടെ കിടക്ക. എന്നിട്ട് ആ പരിപാടിയിൽ പിണറായി വിജയൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ അദ്ദേഹം കോട്ട് ചെയ്തൊരു ഒരു പാട്ടുണ്ട്, കല്ലും മുള്ളും കാലുക്ക് മെത്തേന്നാണ് നമ്മൾ കേട്ടത്. ഞാനൊക്കെ അത് കാണാതെ അറിയാം. ആ പാട്ട് എല്ലാ ദിവസവും ആ അമ്പലത്തിൽ നിന്ന് കേൾക്കുന്നതാണ്. കല്ലും മുള്ളും കാലുക്ക് മെത്തേ പിണറായി വിജയൻ്റെ ചൊല്ലാണ്. കല്ലും മുള്ളും കാലുമക്കുത്തെ. ഇയാൾക്കത് അറിയില്ല. മിനിമം കല്ലും മുള്ളും ഒക്കെ കാല് മെത്ത പോലെ സ്വീകരിക്കുമെന്ന് വിശ്വാസി പാടുന്ന പാട്ടാണത്. പിണറായി വിജയൻ ഇത് എഴുതി കൊണ്ടുവന്നപ്പോൾ കല്ലും മുള്ളും കാലുമക്കുത്തെ എന്നാണ്. അപ്പോൾ VD സതീശൻ അത് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. ഞാൻ പറയേണ്ടത് അതുപോലും അറിയില്ല.
എന്താണ് ആ പാട്ടിന്റെ അർത്ഥമെന്ന് അറിയുമെങ്കിൽ 1 ലക്ഷം രൂപയുടെ കിടക്കയിൽ ഒരു ദിവസത്തേക്ക് മാത്രം സഖാവ് പിണറായി വിജയ നിങ്ങൾ കിടക്കില്ല. വിശ്വാസികൾക്ക് അതൊരു വിഷയമല്ല. പ്രശാന്ത്, നിങ്ങൾ മനസ്സിലാക്കട്ടെ, ഇന്ന് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പ്രശാന്ത് ഒരു കണക്ക് പറഞ്ഞു. ആ കണക്ക് എന്താണെന്ന് നിങ്ങൾ 50 ലക്ഷം രൂപ ഗിഫ്റ്റിന് വേണ്ടി കൊടുത്തു. എന്ത്? ആഗോള അയ്യപ്പ സംഗമത്തിൽ 500 പേർ പങ്കെടുത്തിട്ടില്ല. 500 പേർ പങ്കെടുത്തിട്ടില്ല. ആ പരിപാടിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ കേരളത്തിന്റെ ഗവൺമെന്റ് ചെലവഴിച്ചത് 50 ലക്ഷം രൂപ. 50 ലക്ഷം രൂപ. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു അയ്യപ്പ ഭക്തൻ ശബരിമലയിൽ പോയിട്ട് അവിടുന്ന് ഗിഫ്റ്റ് വാങ്ങി ഇങ്ങോട്ട് വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്കൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പോയി വന്നാൽ, ഈ കണിയാമ്പറ്റായിരുന്നപ്പോഴും ഇനിയിപ്പോൾ കോഴിക്കോട് താമസിക്കുമ്പോഴൊക്കെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ പോയി വന്നാൽ അവർ അവിടെ നിന്ന് വാങ്ങി നമുക്ക് വാങ്ങുന്ന പഞ്ചാമൃതം അവർ കൊണ്ടുവന്ന് തരും. അവിടുന്ന് അവിടെ ശബരിമലയിൽ നിന്ന് വാങ്ങുന്നത് നമുക്ക് കൊണ്ടുവന്ന് തരും. കുറച്ച് പൊരി ഉണ്ടാവും, അരവണ കൊണ്ടുവന്ന് തരും. നമുക്ക് കൊണ്ടുവന്നൊരു ചെറിയ ടിന്നിൽ ചെറിയ ബോട്ടിലായിട്ട് അവർ കൊണ്ടുവന്ന് തരും. അവരെന്താ അവിടെ പൈസ കൊടുത്ത് വാങ്ങണതാണ്, അവിടുന്ന് സൗജന്യം കൊടുക്കണതല്ല. എന്നിട്ടാണ് ഈ വിശ്വാസികളുടെ പേര് പറഞ്ഞിട്ട് 50 ലക്ഷം രൂപ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുണ്ട് എന്ന്. ഇനി അവിടെ തീരല്ല, ഭക്ഷണത്തിന് 21 ലക്ഷം രൂപ. ഞാൻ ഈ സാമാന്യ യുക്തികളുടെ സഖാക്കളോട് ചോദിക്കട്ടെ, ഈ അയ്യപ്പ ഭക്തന്മാർ എന്താ കഴിക്കുക? ഒരാൾ മാലയിട്ടാൽ അയാൾക്ക് പഞ്ചശുദ്ധി വരുത്തണം. ഭക്ഷണശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, 5 ശുദ്ധി വരുത്തണം. മനസ്സിലായങ്ങള്? ഭക്ഷണം കഴിക്കുക, ചെറിയ ഭക്ഷണം കുറച്ച് മാത്രം. ജീവിത രീതികൾ വളരെ ഭദ്രായിരിക്കും, ജീവിത ശൈലി ഭദ്രായിരിക്കും. വൃദ്ധത്തിലാണ് അവർക്ക് ഭക്ഷണം കഴിക്കാൻ 2 ദിവസത്തെ പരിപാടിക്ക് നിങ്ങൾ 21 ലക്ഷം രൂപയാണ് ഭക്ഷണത്തിന് എഴുതിയെടുത്തത്. കൾച്ചറൽ ഇവന്റ് 31 ലക്ഷം രൂപ. ഇത് ലീഗുകാരനും കോൺഗ്രസ്സുകാരനും പറഞ്ഞ കണക്കല്ല, എന്റെ പ്രശാന്ത് പറഞ്ഞ കണക്കാണ്. മുൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്. 31 ലക്ഷം രൂപയുടെ കൾച്ചറൽ ഇവന്റ്. സഖാക്കളെ, ഞാൻ ചോദിക്കുന്നത്, ഒരാൾ മാലയിട്ടാൽ അവൻ എന്താ കേൾക്കുക? അവൻ ഭജന കേൾക്കും, ഇല്ലേ? അല്ലെങ്കിൽ അവൻ ഇങ്ങനെ നിരന്തരം ചൊല്ലുന്നൊരു മന്ത്രമുണ്ട് അവന്റെ വിശ്വാസം അനുസരിച്ച്. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. നിങ്ങൾ കണ്ടില്ലേ ഈ ആളുകൾ ഇങ്ങനെ ഇരുമുടി കെട്ടുമായിട്ട് പോകുമ്പോൾ അവരാണോ ഈ വലിയ കലാപരിപാടികളും കണ്ടിരിക്കുന്നത്? അവിടെ വന്നിട്ട് 31 ലക്ഷം രൂപയുടെ ഏത് കലാപരിപാടിയാണ് പ്രശാന്തേ? ഏത് കലാപരിപാടിയാണ് പിണറായി വിജയ നിങ്ങൾ ഈ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ചെലവാക്കിയത് അല്ലെങ്കിൽ നടത്തിയത്? നിങ്ങൾ പറയണം. അയ്യപ്പ സംഗമം നടന്നത് പമ്പയിലാണ്. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ VIP-കൾ വന്നത് മൂന്നാറിലും അതുപോലെ തന്നെ കുമരകത്തുമാണ്. അതും 5 സ്റ്റാർ ഹോട്ടലിൽ. ലക്ഷങ്ങളാ ചെലവഴിച്ചത് താമസിക്കാൻ. പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തിലേക്ക് എങ്ങനെയാണ് കുമരകത്തും മൂന്നാറിലും പോയി അയ്യപ്പ ഭക്തന്മാർ കിടക്കുക? എങ്ങനെയാണ് നിങ്ങൾ ഇത്ര കോടികൾ അവർക്ക് വേണ്ടി ചെലവഴിക്കുക? നിങ്ങളൊന്ന് പറഞ്ഞേ. എന്നിട്ട് ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് വക കിട്ടിയത് ധനലക്ഷ്മി ബാങ്ക് 2 കോടി. ആരായി ധനലക്ഷ്മി ബാങ്ക്? ധനലക്ഷ്മി ബാങ്ക് എന്ന് പറഞ്ഞാൽ ശബരിമലയുടെ സകലമാന പണവിനിയോഗവും നടക്കുന്നത് ധനലക്ഷ്മി ബാങ്ക് വഴിയാണ്. എന്ന് വെച്ചാൽ ആ ബാങ്ക് ശബരിമലയുടെ ആയി ബന്ധപ്പെട്ട് കിടക്കുന്ന അതിന്റെ ഗുണഭോക്താവാണ്. എന്ന് വെച്ചാൽ ആ പൈസയും വാങ്ങിയത് ശബരിമലയിൽ നിന്ന്. രണ്ടാമത് കേരള ബാങ്ക്. ഈ പണം നിങ്ങൾ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ തട്ടിപ്പുകൾക്ക് സാധ്യമാകുന്ന കേരള ബാങ്ക്. മൂന്നാമത്തെ പണം പറഞ്ഞതോ 1 കോടി കൂടെ കിട്ടാനുണ്ട്, അത് അദാനി. ഏതായി അദാനി? ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെയും പറ്റിക്കാൻ, വിശ്വാസിയെ പറ്റിക്കാൻ നരേന്ദ്രമോദിയുടെ ആത്മസുഹൃത്തായിട്ടുള്ള അദാനി പിണറായിയുടെ സുഹൃത്താണ്. അപ്പൊ ഒരു പരസ്യം പോലും പുറത്തുനിന്ന് വന്നിട്ടില്ല, ഒരു സ്പോൺസർഷിപ്പ് പോലും പുറത്തുനിന്ന് വന്നിട്ടില്ല. ബാക്കിയുള്ള പണം കൊടുക്കേണ്ടത് ആര്? അതും ദേവസ്വം ബോർഡ്. പിന്നെ സർക്കാരിന് എന്താണോ പരിപാടി? നിങ്ങളെ മുഖ്യമന്ത്രി വന്നിട്ടല്ലേ ഉദ്ഘാടനം ചെയ്തത്? ഈ രാജ്യത്തിലെ ഈ അയ്യപ്പ ഭക്തന്മാർ കൊടുക്കുന്ന പണമെടുത്ത് 10 കോടി നിങ്ങൾ ചെലവഴിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞാൻ അന്ന് കൽപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ ചോദിച്ചു, എന്തൊരു കക്കലാണോടോ ഇത്? കക്കുന്നതിനൊരു ഒതിയർക്കം വേണ്ടേ? എന്ത് ജാതി കളവാണ്? എന്ത് കണ്ടാലും കക്ക്. ഇപ്പൊ നിങ്ങളറിയോ, ഒരു ദിവസം കിടക്കാൻ 1 ലക്ഷം രൂപയുടെ കട്ടിൽ എന്ന് പറഞ്ഞില്ലേ? ആ കട്ടിലെവിടെ? അതെങ്കിലും ബാക്കി ഉണ്ടാവണ്ടേ? അതെവിടെയെന്ന് ഇപ്പൊ അറിയില്ല, പോയി നോക്കിയിട്ട് കാണുന്നില്ല. അപ്പൊ ഇനി മിക്കവാറും നാളെ ബാലന്റെ പത്രസമ്മേളനം ഉണ്ടാവും. ബാലൻ പറയും അത് മ്യൂസിയത്തിലേക്ക് മാറ്റുകയാണ്. കാരണം എന്താണ്? മഹാരാജാവ് പള്ളിയുറക്കം ചെയ്ത കട്ടിലാണ്. ഇതുപോലെ പള്ളിയുറക്കം നടത്തിയ കട്ടില്, പള്ളിയുറക്കം നടത്തിയ ബെഡ്, പുള്ളി കയറിയ ബസ്, അങ്ങനെയാണല്ലോ മറ്റേ ജാഥക്ക് പോയിരുന്ന ബസ് ബാലൻ പറഞ്ഞത് അത് മ്യൂസിയത്തിൽ വെക്കുമെന്നാണ് പറഞ്ഞത്.
ആ ബസ് മ്യൂസിയത്തിലുണ്ടോ കട്ടപ്പുറത്താണോ എന്ന് ചോദ്യത്തിന് ഉത്തരമില്ല. അതുപോലെ ഒരു ദിവസം പിണറായി വിജയൻ കിടന്നുറങ്ങിയ കട്ടില് ഇപ്പോൾ അവിടെ കാണാനില്ല. ഞാനൊരു കാര്യം ചോദിക്കണത്, എന്തൊരു ബാധ്യതയാണിടോ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി മനുഷ്യർക്ക്. 10 കൊല്ലം നിങ്ങൾ ആലോചിച്ച് നോക്കണം, കിടക്കാൻ ഒരു ദിവസം കിടക്കാൻ 1 ലക്ഷത്തിൻ്റെ കട്ടിൽ, തിന്നാൻ നെയ്മീനല്ലാത്തൊരു സാധനം പറ്റൂല, ബോറടിക്കുമ്പോൾ ഇടക്കിടക്ക് ഭാര്യനെയും കുട്ടികളെയും കൂട്ടിയിട്ട് വിദേശത്തേക്ക് ചെലവ്. ഇതൊക്കെ സർക്കാരിൻ്റെ ഖജനാവാണ്, നാട്ടുകാരുടെ പൈസയാണ്. ഒരു ഗവൺമെന്റും ഒരു മുഖ്യമന്ത്രിയും എങ്ങനെയാണ് ജനങ്ങൾക്ക് ഇത്രമേൽ വലിയ ബാധ്യതയാവുക? സഖാക്കൾ പറയുമ്പോൾ വലിയ ഭർത്താനാണ്. മാർക്സ്, എംഗൽസ്, നിരീശ്വരവാദം, അവർ വായിച്ച പുസ്തകത്തൊക്കെ പറഞ്ഞാൽ കടിച്ചാപ്പെട്ട പിണറായി വിജയൻ ആകെ വായിച്ച പുസ്തകം കാൾ മാർക്സിന്റെ എന്താണ്, മൂലധനാണ്. അതിൽ മൂലം മൂപ്പര് വിട്ട് കളഞ്ഞു, ധന മൂപ്പര് വായിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ധന എവിടെ കണ്ടാലും അടിച്ചു മാറ്റും, സ്വർണ്ണായി കണ്ടാലും അടിച്ചു മാറ്റും, പൈസയായിട്ട് കണ്ടാലും അടിച്ചു മാറ്റും, ധനം അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. ആകെ വായിച്ചതിൽ മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടത് ഈ മൂലധനം മാത്രമാണ്. അതിൽ മൂലം വിട്ടു, ധനം മാത്രം. ഇങ്ങനെ ഒരു കാട്ടുകള്ളനെ കേരളം കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ നിങ്ങളറിയോ, ഈ നന്ന ഗോവിന്ദം ഭജൻസിനെയാണ് ഇവർ ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. വലിയ ഈ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നന്ദഗോവിന്ദം ഭജൻസിന്റെ ഇത് കേൾക്കാം. ഭയങ്കര ഭക്തിസാന്ദ്രമായിട്ട് ഹിന്ദു വിശ്വാസികൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഭജനുകളിൽ ഒന്നാണ്. അവർ നല്ല മനോഹരമായ ഭജൻ. ആ ഭജനിലൊരു ഒരു പാട്ടുണ്ട്, പറയരുതേ രാധ അറിയരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം എന്നാണ്. ഇപ്പൊ സഖാക്കൾ പാടുന്നത് പറയരുതേ കേരളം അറിയരുതേ ഇത് പിണറായി വിജയൻ രഹസ്യം എന്നാണ്. പക്ഷെ നിങ്ങൾ കേട്ടോ, അയ്യപ്പൻ്റെ കൃപ കൊണ്ട് പിണറായി വിജയൻ്റെ സകലമാന കള്ളത്തരങ്ങളും ദിവസമായിട്ട് പുറത്തു വരികയാണ്. ഞാൻ നിങ്ങളോട് പറയണത്, ജനാധിപത്യത്തിൻ്റെ ഒരു മര്യാദ വെച്ചിട്ട് ഞാൻ പറയാണ്, രാഷ്ട്രീയങ്ങൾ കഴിയും, ഉറപ്പാണ് പിണറായി വിജയൻ ഇറങ്ങും. നാളെ വേറൊരു ഗവൺമെൻറ് വരിക, പിന്നെ അതിൻ്റെ ഒരു ആവേശത്തിലാവുക, ഈ കട്ടതൊക്കെ മറക്കുക. ഉണ്ടാവില്ലെന്ന ഉറപ്പാണ് വി.ഡി. സതീശൻ മലയാളിക്ക് നൽകിയത്. കട്ടവനെ കൊണ്ട് കക്കിച്ചിട്ടേ അടങ്ങൂ എന്ന രാഷ്ട്രീയമാണ് കേരളത്തിൽ പ്രയോഗിക്കുക. ആ അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കില്ല, നടക്കാൻ പാടില്ല. ചെറിയ പണമല്ല, ഭദ്രമായി മക്കൾക്കും കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും 10 തലമുറ പാർക്കാനുള്ള പണം കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഊരാലിങ്കൽ ഞാൻ പറഞ്ഞു കൽപ്പറ്റയിൽ, മറുപടി പറഞ്ഞില്ലല്ലോ നിങ്ങൾ. ഞാനത് കൽപ്പറ്റ അങ്ങാടിയിലല്ല, അതാ സിദ്ദീഖിൻ്റെ അടുത്തുണ്ട്. സിദ്ദീഖൻ എനിക്ക് ആ കണക്ക് കാണിച്ചു തന്നു. 1000 ചില്ലാനം കോടിയുടെ പണം ഈ ഒരൊറ്റ വയനാട് പ്രോജക്റ്റിന്റെ പേരിൽ വന്നിട്ടുണ്ട്. ആ പണം കൊടുക്കുന്നത് ഞാൻ പിന്നെയും എനിക്ക് മനസ്സിലാവണില്ല. ചെറിയ കാലം മുതൽ നമ്മളിവിടെ പഞ്ചായത്ത്, ഈ നാട്ടിലെ പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരാളെന്ന നിലക്ക് എനിക്കറിയാം നമ്മുടെ നാട്ടിൽ എത്ര കോൺട്രാക്ടർമാരുണ്ടായിരുന്നു, എത്ര ചെറിയ ചെറിയ കോൺട്രാക്ടർമാർ. ചിലപ്പോൾ യൂത്ത് ലീഗുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ, DYFIക്കാരൊക്കെ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച് ഇങ്ങനെ നടക്കും. കുറെ കഴിയുമ്പോൾ അവരൊരു ലീഗിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ ഒരു കാരണവർ പറയും, എന്ത് ആരെയും വിളിച്ചിട്ട് പറയും, നീ ഇങ്ങനെ വെറുതെ നടക്കലടാ, അതാ 3-ാം വാർഡിൽ റോഡ് വരുന്നുണ്ട്, ഒരു ഇടവഴി, നീ അതൊന്ന് കല്ലൊക്കെ ഒന്ന് വിട്ടിട്ട് ടാർ ചെയ്യ്, അതിന് പൈസ വെച്ചിട്ടുണ്ട്. അവൻ ആ പണിയെടുക്കും. അന്നത്തെ കാലത്താണെങ്കിൽ ഒരു 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം, ഇന്നത് 10-25 ലക്ഷം അല്ലെങ്കിൽ കോടി കൊടുക്കും. അയാൾ ആ ചെറിയ ഇടപെടി ടാർ ചെയ്യും. ടാർ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ പൈസ അയാൾക്ക് ബാക്കി ഉണ്ടാവും. പിന്നെ അതൊരു തൊഴിലായി ചെറിയ ചെറിയ കോൺട്രാക്ടർ വർക്കുകൾ എടുത്ത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കോൺട്രാക്ടർമാർ, ഏതു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടികൾ വന്നാലും, ഇതാ ഈ ലീഗ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ പണി നടക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം, അന്നത്തെ കാലത്താണെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുക, ഏത് രാഷ്ട്രീയക്കാരും ആദ്യം കോൺട്രാക്ടർമാരെയാണ്. അവരെടുത്ത് പോകും, പൈസ ഉണ്ടോ എന്ന് ചോദിക്കും. അവര് തിരിച്ച് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. എല്ലാവരുടെയും സഹായവും സൗഹൃദവും ഒക്കെ ആവശ്യമുണ്ട്. കോൺട്രാക്ടർമാർ പണം കൊടുക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു പിരിവിന് വേണ്ടി ഒരു കോൺട്രാക്ടറുടെ വീടിന്റെ പരിസരത്ത് പോയാൽ പട്ടിയെ ഓടിച്ചിട്ട് കടിപ്പിക്കും അവൻ രാഷ്ട്രീയക്കാരെ. അറിയോ നിങ്ങൾ, ഒരൊറ്റ കോൺട്രാക്ടർ ഇല്ല. വയനാട്ടിൽ എത്ര കോൺട്രാക്ടർമാരുണ്ടായിരുന്നു എനിക്കറിയാം. ഞാൻ കാസർഗോഡൊക്കെയുള്ള കോൺട്രാക്ടർമാർ, കേരളത്തെ നിയന്ത്രിക്കുന്ന പ്രവാസി പണത്തിന് തുല്യമായ ധനാഢ്യന്മാർ എത്ര പേർ, കോഴിക്കോട് എത്ര പേർ, മലപ്പുറത്ത് എത്ര പേർ, എല്ലാ കോൺട്രാക്ടർമാരും തകർന്നു, ചെറുകിട കോൺട്രാക്ടർമാരടക്കം. നിങ്ങൾ അറിയുമോ, കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്ലാന്റുകൾ ഉണ്ടാക്കാൻ ഇവർ തീരുമാനിച്ചു. ആര്? ഈ പറയുന്ന ഊരാലുങ്കൽ പിണറായി വിജയന്റെ ബിനാമിയാണത്. ഇയാളുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ കൊണ്ടുപോയി വെച്ചതാണത്. ഞാൻ നിയമസഭയുടെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, നിഷേധിച്ചിട്ടില്ല. ഇത്ര വലിയ കോടികളുടെ ആസ്തിയുള്ള കമ്പനി എന്തുകൊണ്ടാണ് അവരുടെ ആസ്തി വെളിപ്പെടുത്താത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. മെനഞ്ഞാന്ന് വി.ഡി. സതീശൻ വന്നപ്പോ ഇവിടുത്തെ കോൺട്രാക്ടർമാർ, കൺസ്ട്രക്ഷൻ വർക്ക് മേഖലയിലുള്ളവരൊക്കെ അദ്ദേഹത്തെ കണ്ടു. നിങ്ങൾ മനസ്സിലാക്കണം, കോൺട്രാക്ടർമാർ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ജനവിഭാഗം ഇല്ലാതെയായി. അവർക്ക് പണിയെടുക്കാൻ വയ്യ. ഗവൺമെന്റിന് ഊരാലുങ്കൽ പോയാൽ വേറെ ഒന്നും വേണ്ട. ഇവിടെ ഒരു കോൺട്രാക്ടർ പോയാൽ എന്താ സ്ഥിതി? AS വേണം, TS വേണം. അവിടെ നിന്ന് ഒരു എഞ്ചിനീയർ വന്നിട്ട് കനിഞ്ഞ് അനുഗ്രഹിക്കണമെങ്കിൽ എന്തെല്ലാം ആരുടെയൊക്കെ കാല് പിടിക്കണം. എന്നാൽ ഒന്നും വേണ്ട.
ഊരാലുങ്കലിന്റെ എഞ്ചിനീയർ പറയും ഈ റോഡിന് എത്ര കോടി വേണം, അവര് തീരുമാനിക്കും, അത് ക്യാബിനറ്റിലേക്ക് പോകും, അതങ്ങ് അംഗീകരിക്കും. ഉദ്യോഗസ്ഥന്മാർ ഗവൺമെന്റിൻ്റെതല്ല, ഊരാലുങ്കലിന്റെ ഉദ്യോഗസ്ഥന്മാരെ പോലെയാണ്. പിന്നെ അവര് പറയുന്നവർ വരണം, അവര് പറയുന്ന പോലെ ചെയ്തു കൊടുക്കണം. എന്നിട്ട് നമ്മളൊക്കെ പറയാറുണ്ട് എബോ കിട്ടാൻ. അതൊക്കെ ഒരു കോൺട്രാക്ടറുടെ ജീവിതത്തിൽ ചിലപ്പോൾ സ്വപ്നമായിരിക്കും. പക്ഷെ ഇവരെഴുതിയെടുക്കും. 1-2 കോടിയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ശബരിമലയിലെ വെട്ടിപ്പ് നടത്തുമ്പോ ആ വെട്ടിപ്പിലെ മുഖ്യപ്രതി ഊരാലുങ്കലാണ്. അറിയോങ്ങള്, അവിടുത്തെ ഒരു 10 കോടി രൂപയുടെ ഇവന്റ് മാനേജ്മെന്റ് അതിന്റെ പദ്ധതി ഏറ്റെടുക്കുന്നത് ഊരാലുങ്കൽ ഏതാണ്? പിണറായി വിജയന്റേതാണ്. ഇത് പറയുന്നതാണ് ദേഷ്യം. ഒരു മനുഷ്യൻ നിന്ന് കക്കുക, പറയുന്നവരെ ഭീഷണിപ്പെടുത്തുക, അവരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുക. അതാണോ രാഷ്ട്രീയം എന്ന് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, എല്ലാവരുടെ പേരിലും എന്നെ മാത്രമൊന്നല്ല, വി.ഡി. സതീശന്റെ പേരിൽ എത്ര കേസുകൾ വിജിലൻസ് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചു, എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചു, ഏതെല്ലാം തരത്തിൽ. എനിക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള ജീവിതത്തിൽ ഒരു പൊതുപ്രവർത്തനത്തിൽ നമ്മൾ ഏറ്റവും ഭയക്കുന്ന 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ അഴിമതിക്കാരനാണ് എന്ന് പറയുക. CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞിട്ടുണ്ട്, കഴിവ് കെട്ടവർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവും, അഴിമതിക്കാരുണ്ടാവില്ല എന്ന്. നമ്മളെപ്പോഴും ഏത് ഇരുട്ടുമുറികളിലും എല്ലാവരോടും പറയും, അതാ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു ശിരസ വഹിച്ചുകൊണ്ടേ പൊതുപ്രവർത്തനത്തിൽ നിൽക്കാൻ പാടുള്ളൂ എന്ന്. അതൊരു ആഗ്രഹമാണ്, അതൊരു ഇഷ്ടമാണ്, അതൊരു അഭിലാഷമാണ്. പക്ഷെ നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മുടെ പേരിൽ ആരോപണം ഉണ്ടാവുക, വിറച്ചു പോകുന്ന ആരോപണമാണത്. രണ്ടാമതോ, നമ്മളൊരു വർഗീയവാദിയാക്കുക. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ മതത്തെ ഉപയോഗിക്കുക. ഏതെങ്കിലും ഒരു ലീഗുകാരന് ശീലമുള്ളതാണോ അത്? അങ്ങനെ ഒരു ശീലമുണ്ടോ? ഞാൻ ഈ ഓഫീസ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. കേരളത്തിലെ ഒരുപാട് ലീഗ് ഓഫീസുകളിൽ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ പിന്നീട് ആ വഴിക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്, ആ ഓഫീസുകൾ എന്തിനാണ് പ്രവർത്തിക്കാറ്? നാട്ടിലെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കും, സങ്കടമുള്ളവന്റെ കൂടെ നിൽക്കും, അവന്റെ പ്രയാസങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവും. അതിനല്ലേ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്? അതല്ലേ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്? സങ്കടങ്ങൾക്ക് അല്ലെങ്കിൽ എന്താണ് മതമുള്ളത്? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഏതെങ്കിലും ഒരു സങ്കടത്തിന് മതമുണ്ടോ? പലരോടും ഞാൻ പറയാറുണ്ട്, ഒന്ന് മെഡിക്കൽ കോളേജിൽ പോയി നോക്കിയാൽ മതി. അവിടെ ഒരുപാട് രോഗങ്ങളുണ്ട്, പക്ഷേ അവിടെ മതം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ക്യാൻസർ കാണാം, നിങ്ങൾക്ക് പനി കാണാം, തലവേദന കാണാം, നെഞ്ചുവേദന കാണാം, കാലുവേദന കാണാം. മനുഷ്യൻ്റെതാണതൊക്കെ. അങ്ങനെ കാണാൻ കഴിയണ്ടേ? ഏത് മതമാണ് മനുഷ്യരെ വേർതിരിച്ചു നിർത്താൻ പഠിപ്പിച്ചിട്ടുള്ളത്? അതിൻ്റെ പേരിൽ വർഗീയവാദി എന്ന് നമ്മളെ ആക്കാശ്രമിക്കുമ്പോൾ, അഴിമതിക്കാരൻ എന്നതിനേക്കാൾ ഒരു വ്യക്തിയെ സങ്കടപ്പെടുത്തുന്നത് അഴിമതിക്കാരൻ എന്ന വാക്കല്ല, മറിച്ച് ഒരു വർഗീയവാദി എന്നതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക ഇന്ത്യയുടെ മണ്ണിൽ. അതുപോലും ഞാൻ ഇടതുപക്ഷത്തിന്റെ സുഹൃത്തുക്കളോട് ചോദിക്കുന്നത്, രാഷ്ട്രീയമായ സംവാദങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും തയ്യാറല്ല. രാഷ്ട്രീയമായി എതിരുള്ളവരെ കൊന്നുകളയുക, അതാണോ രാഷ്ട്രീയത്തിന്റെ രീതി എന്ന് പറയുന്നത്? അങ്ങനെയല്ലേ TP നിങ്ങൾ കൊന്നത്? അങ്ങനെയല്ലേ പിഞ്ചു പൈതൽ എന്ന് പറയാൻ കഴിയുന്ന ഒരു കൊച്ചുകുട്ടിയെ, പ്രായപൂർത്തി തികഞ്ഞിട്ടില്ലാത്ത ഷുക്കൂറിനെ നിങ്ങൾ കൊന്നുകളഞ്ഞത്? എത്ര പേരെ കേരളത്തിൽ കൊന്നിട്ടുണ്ട്? ഞാൻ ഒരു കാര്യം പറയുന്നു, രാഷ്ട്രീയ പ്രബുദ്ധതയുടെ അതിൻ്റെ ഒരു ശാക്തീകരണമാണ് ഇടതുപക്ഷത്തിൽ നിന്ന് സമാധാനമുണ്ടായത്. ഈ കേരളത്തിലുണ്ടായ സമാധാനം ഇടതുപക്ഷം നന്നായത് കൊണ്ടല്ല, രാഷ്ട്രീയമായി ജനങ്ങൾ പ്രബുദ്ധമാവുകയും ഇവർക്കെതിരെ ചിന്തിക്കാവുന്ന കഴിവിലേക്ക് ആളുകൾ എത്തുകയും ചെയ്തു എന്നതുകൊണ്ടാണ്. ഞാൻ സ്നേഹപൂർവ്വം പറയുന്നു, ഈ ഓഫീസ് ഇവിടെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഈ പഞ്ചായത്തിന്റെ ഒരു ആസ്ഥാനമായി സൗന്ദര്യമുള്ള ഒരിടത്ത്, അതിലേറെ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു ഓഫീസ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരുടെയും സങ്കടങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന, അത് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമായി അത് മാറുക എന്നതാണ് പ്രധാനപ്പെട്ടത്. ആരോപണങ്ങൾ എന്തു വന്നാലും, എത്ര വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെയും മറികടക്കാൻ കഴിയും വിധത്തിൽ നിൽക്കാനുള്ള ഒരു രാഷ്ട്രീയമായ ശക്തിയും ഇച്ഛയുമാണ് നമുക്കുണ്ടാക്കേണ്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞു, മനുഷ്യന്റെ പ്രശ്നങ്ങളെ, അവന്റെ ഏറ്റവും മൗലികമായ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്ന രാഷ്ട്രീയമാണ് രാജ്യത്ത് നിലനിൽക്കുക. അതിൻ്റെ കൂടെയേ നിൽക്കേണ്ടതുള്ളൂ നമുക്ക് ലോകത്ത്, ഞാൻ പറഞ്ഞു, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആദർശം നമുക്കുണ്ട്. രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന്, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ഇത്രമേൽ, അദ്ദേഹത്തെ അയോഗ്യനാക്കാനുള്ള ശ്രമം നടക്കുകയാണ്. രാഷ്ട്രീയ നിരീക്ഷകന്മാർ പറയുന്നത് അതൊരു പക്ഷേ സംഭവിച്ചേക്കാമെന്നാണ്. അയോഗ്യനാക്കാനുള്ള കാരണങ്ങൾ തിരയുന്നത് രാഷ്ട്രവിരുദ്ധമായി രാഹുൽ സംസാരിക്കുന്നു എന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾ കേൾക്കാനിരിക്കുന്ന അടുത്ത ഞെട്ടിക്കുന്ന ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രീയ സമീപനം അതായിരിക്കാം. രാഹുലിനെ പടിക്ക് പുറത്തു നിർത്തുക, ഒരു തലവേദന കേൾക്കാതിരിക്കുക. മോദിക്ക് ഇരിക്കാനാവുന്നില്ല. ഞാൻ മിനിഞ്ഞാന്ന് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, 2 മന്ത്രിമാർ രാഹുലിനെതിരെ സംസാരിക്കുകയാണ്. രാഹുൽ അവർക്കിടയിലേക്ക് നടന്നു വരുന്നുണ്ട്.
അവരുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം, ഒരുമിച്ച് നിൽക്കാം. അവരുടെ ഒരു ഓട്ടം ഉണ്ട്. ഇന്നലെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മകന്റെ കല്യാണം ക്ഷണിക്കാൻ, അർജുൻ ടെണ്ടുൽക്കറിന്റെ കല്യാണം ക്ഷണിക്കാൻ അയാള് ഡൽഹിയിൽ പോയി. രാഹുൽ ഗാന്ധിയെ അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടു, അമിത്ഷയെ കണ്ടു, ഇന്ത്യയുടെ പ്രസിഡന്റിനെ കണ്ടു, രാഹുൽ ഗാന്ധിയെയും കണ്ടു. എല്ലാവരെയും കണ്ട പോസ്റ്റ് ഇട്ടു. രാഹുൽ ഗാന്ധിയെ കണ്ട പോസ്റ്റ് അത്ഭുതകരമാം വിധത്തിൽ ഷെയർ ചെയ്യപ്പെട്ടു. രാത്രി ഒരു 11 മണിയായപ്പോൾ ടെണ്ടുൽക്കർ പോസ്റ്റ് പിൻവലിച്ചു. 12 മണി കഴിഞ്ഞപ്പോൾ വീണ്ടും പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തു. കാരണം എന്തിനാ പിൻവലിച്ചതെന്ന് ചോദിച്ചാൽ മോദിയുടെയും അമിത്ഷയുടെയും കൂടെയുള്ള ഫോട്ടോ ആരും ഷെയർ ചെയ്യണില്ല, ലൈക്ക് ചെയ്യണില്ല. എൻ്റെ സഹോദരന്മാരെ, ഫോട്ടോ ഷെയർ ഇല്ല എന്ന് വെച്ചിട്ട് മറ്റോനെ ഭീഷണിപ്പെടുത്തിയിട്ട് അത് പിൻവലിപ്പിക്കുന്നത് ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, എത്ര ചെറിയ മനുഷ്യന്മാരാണിവർ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇവരുടെ ഈ അഹങ്കാരികളുടെ, ഖുർആൻ്റെ ഒരു പ്രയോഗമുണ്ട്, അഹങ്കാരികളുടെ ഹൃദയത്തിൽ അള്ളാഹു ഭയത്തെ നിറക്കുമെന്ന്. ഞാൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, പലരും പറയാറുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇങ്ങനെ, ശ്രദ്ധിക്കണട്ടാ, അയാൾ ശരിയാക്കി കളയും, അയാൾക്ക് ശരിയാക്കാൻ എത്രത്തോളം പറ്റും എന്നത് അയാൾ തെളിയിച്ചു കഴിഞ്ഞില്ലേ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയാളെപ്പോലത്തെ ഒരു ഭീരു കേരള രാഷ്ട്രീയത്തിൽ വേറെ ഇല്ല. കാരണം അയാൾ ഈ ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്നു എന്ന് അയാൾ തന്നെ പറയാണ്, ഒരു സമാധാനത്തിന് പറയാണ്. ഞാൻ തർക്കമില്ലാത്ത ഒരാളാണ്. സത്യത്തിൽ പറയേണ്ടത് കണ്ടാളല്ലേ, കണ്ടാൾ പറയുന്നെങ്കിൽ കാണണ്ടേ. ആരും പറയാത്തത് കൊണ്ട് മൂപ്പരെന്നെ പറയാം. സഞ്ചരിക്കുന്നത് 100 ചില്ലാനം വണ്ടിയുടെ അകമ്പടിയോട് കൂടിയാണ്. ഫയർഫോഴ്സിൻ്റെ വണ്ടി, ആംബുലൻസ്. ഏതോ കൊല്ലത്തിലൊരു അപകടം പറ്റുന്നതിന് എന്തിനാണ് ഈ ആംബുലൻസ്? എന്നാൽ പിന്നെ ആംബുലൻസിൽ ഇയാൾക്ക് കയറിയാൽ പോരെ, എന്നാൽ പിന്നെ പ്രശ്നമില്ല, അതിനകത്ത് തന്നെ യാത്ര ചെയ്താൽ പോരെ. ഇയാളെപ്പോലത്തെ ഒരു ഭീരു കേരള രാഷ്ട്രീയത്തിലില്ല. ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് പറയുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ഫാഷിസ്റ്റ് ആയാലും പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് ആയാലും ഭീരുവാണ്, ഭീരുത്വത്തിൻ്റെ അങ്ങേ അറ്റമാണ്. ചെയ്താൽ പരമാവധി ഏതുവരെ എന്ന് നേർക്കുനേരെ നിന്ന് അനുഭവിച്ചിട്ടുള്ള ഒരാളെന്ന നിലക്കാൻ ഞാൻ പറയണത്, ഇവർക്ക് അത്രയാവൂ, അതിനപ്പുറമാകാവുന്നവരല്ല. രാഷ്ട്രീയത്തെ സത്യസന്ധമായി, നേരാവണ്ണം, സംവാദാത്മകമായി പരസ്പരം തർക്കിച്ചുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. നബുഖലീൽ ഗാന്ധിജി അന്ന് ഈ സ്വാതന്ത്ര്യദിനത്തിന് ഓഗസ്റ്റ് 14-നാണ്, നിങ്ങൾ മനസ്സിലാക്കണം, 15-ന് ഡൽഹിയിൽ കൊടി പൊന്തുകയാണ്. ഗാന്ധിജി നബുഖലയിലേക്ക് പോയി. മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ കൊല്ലുകയാണ്, വെട്ടിമരിക്കുകയാണ്. ആ സമയത്ത് സമാധാനം എന്ന് പറയുന്ന ഗാന്ധിജിയുടെ അടുത്തേക്ക് ഒരു ഹിന്ദു സഹോദരൻ വന്നിട്ട് ഗാന്ധിജിയെ എറുമ്പടക്കം പിടിച്ചിട്ട് പറയാൻ, ബാപ്പുജി സമാധാനം വേണോ? എൻ്റെ മകനെ ഈ മുസ്ലിം തീവ്രവാദികൾ കൊന്നുകളഞ്ഞു ഇന്നലെ, ഞാനിതെങ്ങനെ സഹിക്കും എന്ന് പറഞ്ഞിട്ട് ആർത്തു കരയുകയാണ്. ഗാന്ധിജിയുടെ എല്ലിച്ച ശരീരം പിടിച്ചിട്ട് ഗാന്ധിജി അയാളെങ്ങനെ പുറത്ത് തടവി സമാധാനിപ്പിക്കുന്നുണ്ട്. അയാൾ ആ വിക്ഷുബ്ധതയിൽ നിന്ന് മാറി എന്ന് തോന്നിയിട്ട് ഗാന്ധിജി അയാളോട് പറയുന്നുണ്ട്, പകരം വീട്ടണോ നിനക്ക്? നിന്റെ കൂട്ടത്തിലുള്ള ഹിന്ദുക്കൾ കൊന്നുകളഞ്ഞ മുസ്ലിം ഉണ്ടാകും അപ്പുറത്ത്, അവൻ്റെ ഒരു മകനുണ്ടാവും, ആ മകനെ നീ ദത്തെടുക്ക്, എന്നിട്ട് നിങ്ങൾ കേൾക്കണം, എന്നിട്ട് അവനെ നീ ഒരു മുസ്ലിമാക്കി വളർത്ത്. പ്രതികാരം ചെയ്യാൻ. എങ്ങനെയാണ് പ്രതികാരം? എന്ത് സർഗാത്മകമായി. സഖാവ് പിണറായി വിജയ, ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നം ജനനം തന്നെയാണ്. അതാ പ്രശ്നം. ആ കമ്മ്യൂണിസത്തിൻ്റെ കാഴ്ചപ്പാടാണ്. ഗാന്ധിജിയെ മനസ്സിലാവാത്തത് കൊണ്ട് നിങ്ങൾക്കിപ്പോഴും ഇന്ത്യയെ മനസ്സിലായിട്ടില്ല. പിന്നെ എങ്ങനെയാ ഗാന്ധിജിയെ തിരിയാത്തവൻ എങ്ങനെയാണോ രാഹുൽ ഗാന്ധിനെ തിരിയുക? മനസ്സിലാവില്ലല്ലോ. എങ്ങനെ മനസ്സിലാവാൻ? ഗാന്ധിജിയെ ഉൾക്കൊള്ളാൻ കഴിയാത്തവൻ എങ്ങനെയാണോ രാഹുൽ ഗാന്ധിയെ ഉൾക്കൊള്ളുക? ഒരു പോരാട്ടമാണിത്. ഞാൻ പറയണു, ഒരു ചുക്കും ഈ പറയുന്ന അധികാരവർഗമോ ചെയ്യില്ല എന്ന സ്ഥൈര്യത്തോടെ എല്ലാ ജനങ്ങളെയും ഒത്തുചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ ലീഗാണ്, കോൺഗ്രസ്സാണ്, UDF ആണ് എന്നൊന്നും ആരും ധരിച്ചേക്കരുത്. ഞാൻ ഇന്നലെയൊക്കെ കോഴിക്കോട് ജില്ലയിലെ നമ്മളുടെ കൊരുവട്ടൂരിൽ നമ്മൾ പോയ ആ പഞ്ചായത്തുകളിലൊക്കെ വോട്ട് ചെയ്യുന്നത് CPM-കാർ തന്നെയാണ്. അവർ വോട്ട് ചെയ്യാതെ അതൊന്നും ജയിക്കില്ല. അവരെല്ലാവരും വോട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും ഇൻക്ലൂസീവായിട്ടുള്ള രാഷ്ട്രീയത്തെയാണ് വി ഡി സതീശൻ നയിക്കുന്ന പ്രതിപക്ഷം എന്ന് പറയുന്നത്. അതിന് കഴിയുന്ന തരത്തിൽ ഈ കമ്പളക്കാടിലും നേതൃത്വം കൊടുക്കാൻ ഈ ഓഫീസിനാവട്ടെ. ഇതിനുവേണ്ടി പ്രയത്നിച്ച ഒരുപടി ആളുകളുണ്ട്. നമ്മളുടെ കമ്മിറ്റി, അതുപോലെ തന്നെ നേതാക്കന്മാരായിട്ടുള്ള ഹംസക്കുണ്ട്, ബഹുമാന്യനായ ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് കണ്ട്, അങ്ങനെ ഒരുപടി ആളുകൾ. എല്ലാവരുടെയും പ്രയത്നമാണ്. അത് നല്ല നിലക്കാക്കാൻ നിങ്ങളൊക്കെ ശ്രമിക്കണമെന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്.